നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസീസിന്റെ MCQ പാർട്ട് 2 ആണ്. ഇന്നലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിന് മുൻപ് ഇന്നലെ ഒരു ഡൗട്ട് പറഞ്ഞിരുന്നു, നാഷണൽ മെന്റൽ ഹെൽത്ത് പോളിസി, അതിനെ പറ്റിയിട്ട് ഒരു ഇയറിന്റെ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ മെന്റൽ ഹെൽത്ത് പോളിസി 1982 തന്നെയാണ്. നാഷണൽ മെന്റൽ ഹെൽത്ത് പോളിസി 1982 തന്നെയാണ്. ഈ മെന്റൽ ഇൽഡ് പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് മെന്റൽ ഹെൽത്ത് ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആക്ട് ആണ് 1987 ഓക്കെ, നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ എന്തോ 87 അങ്ങനെ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കറക്റ്റ് NMHP അല്ലെങ്കിൽ നാഷണൽ മെന്റൽ ഹെൽത്ത് പോളിസി വരുന്നത് 1982 ആണ്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ ഇന്ത്യ ഗവൺമെന്റ് ഹാസ് അഡോപ്റ്റഡ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ ഏതാണെന്ന് പറയാമോ? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഏത് ഇയർ ആണ്? ഓപ്ഷൻസ് നോക്കുക. 1952 ഉണ്ട്, 1951 ഉണ്ട്, 1953 ആൻഡ് 1949. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. അപ്പൊ ഇയേഴ്സ് ഒക്കെ വീണ്ടും റിപ്പീറ്റഡ് വരുന്നത് നിങ്ങൾക്ക് അത് ഒന്ന് തറവാവാൻ വേണ്ടിയിട്ടാണ്. ഓരോ പ്രോഗ്രാം കാണുമ്പോൾ ആ ഇയർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്ഷൻ്റെ അകത്ത് നിന്ന് എടുക്കണം. ഓക്കെ, ആൻസർ ഈസ് 1952. അപ്പൊ അറിയാലോ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്താണ്. അതിന്റെ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ആക്സസ് ടു റീപ്രൊഡക്റ്റീവ് ആൻഡ് ഹെൽത്ത് സർവീസ് ആൻഡ് റൈറ്റ്സ്. അതുപോലെ തന്നെ റെഡ്യൂസ് ബർത്ത് റേറ്റ്സ്, സ്റ്റെബിലൈസ് ദ പോപ്പുലേഷൻ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. റെഡ്യൂസ് ദ മെറ്റേണൽ ഇൻഫന്റ് ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി. ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇംപ്ലിമെന്റിംഗ് മിഷൻ പരിവാർ വികാസ് ഇൻ ഹൈ ഫോക്കസ് സ്റ്റേറ്റ്സ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഇൻക്രീസിംഗ് മെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഫാമിലി പ്ലാനിംഗ്. പ്രൊമോട്ടിംഗ് നോൺ സ്കാൽപ്പൽ വാസെക്ടോമി. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അലൗസ് വുമൻ ആൻഡ് മെൻ ടു മേക്ക് ഇൻഡിവിജ്വൽ റീപ്രൊഡക്റ്റീവ് ചോയ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹെൽപ്സ് ഡിലേ പ്രഗ്നൻസീസ് ഇൻ യങ് വുമൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ദ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം RCS പ്രോഗ്രാം? RCS പ്രോഗ്രാം ഏത് ഇയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് 1994, 1997, 1996 ആൻഡ് 1993. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ഇയർ 1997 ആണ്. RCS പ്രോഗ്രാം ലോഞ്ച് ഓൺ 1997. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റീനെയിംഡ് വേർഷൻ ആണ് ഓഫ് ദ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. അതായത് നമ്മളിപ്പോൾ കണ്ട ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം 1952 ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിനെ റീനെയിംഡ് ചെയ്ത ഒരു വേർഷൻ ആണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം, വിച്ച് ഈസ് ലോഞ്ച്ഡ് ഓൺ October 15, 1997. എന്താണ് ഗോൾ? എന്താണ്? റിഡ്യൂസ് ഇൻഫന്റ്, നിയോനേറ്റൽ ആൻഡ് മെർട്ടേണൽ മോർട്ടാലിറ്റി റേറ്റ്സ്, ഇൻക്രീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, reduce sexually transmitted diseases, provide contraceptive guidelines. എപ്പോഴാണ് ഈ ഒരു RCS പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്? ഇറ്റ് വാസ് എ ജോയിന്റ് സ്കീം വിത്ത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. അപ്പോൾ NRHMO ആയിട്ടൊരു ജോയിന്റ് സ്കീമായിട്ടാണ് ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹെൽപ്സ് പ്രൈമറി ഹെൽത്ത് കെയർ വർക്കേഴ്സ് മോണിറ്റർ പ്രഗ്നൻസി, ഡെലിവറി ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഓൾസോ ഇമ്മ്യൂണൈസേഷൻ ആക്ടിവിറ്റീസ് ആർ ദെയർ. ഇനി 2005 ശേഷം RCS പ്രോഗ്രാം ഒരു അമെൻമെന്റ് സംഭവിച്ചു 2013 ടു ഇൻക്ലൂഡ് ദ വെൽഫെയർ ഓഫ് അഡോളസെൻസ് ആൻഡ് ചിൽഡ്രൻ. അഡോളസെൻസിന്റെയും ചിൽഡ്രന്റെയും വെൽഫെയർ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു അമെൻമെന്റ് വന്നത് 2013 അപ്പോൾ ഇപ്പോ RCS പ്രോഗ്രാം എ പാർട്ട് ഓഫ് നാഷണൽ ഹെൽത്ത് മിഷൻ ആയിട്ടാണ് ഇപ്പോൾ ഈ RCS പ്രോഗ്രാം നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which one among the following is not a Millennium Development Goal? അപ്പൊ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്താണെന്ന് അറിയണം അല്ലെ? അപ്പം അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞാലാണ് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഓപ്ഷൻസ് നോക്കാം. ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, കോമ്പാക്ട്
HIV or AIDS, malaria and other diseases, ensure environmental sustainability, and D is develop a local partnership for development. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിന്റെ ഇതിലുള്ള ഇതിലേതാണ് അതുമായിട്ട് ബന്ധപ്പെടാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് ഇതിൽ വരാത്തത്? ആൻസർ ഈസ് ടു ഡെവലപ്പ് എ ലോക്കൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. അത് മാത്രമാണ് ഈ ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൽ വരാത്തത്. അപ്പോൾ എന്താണ് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് നോക്കാം. MDGs എന്നാണ് പറയുന്നത്. ദർ ആർ സെറ്റ് ഓഫ് 8 ഗോൾസ്. ഒരു 8 ഗോൾസിന്റെ സെറ്റ് ആണ് ഈ MDG എന്ന് പറയുന്നത്. ഇത് യുണൈറ്റഡ് നേഷൻസിൽ അഡോപ്റ്റ് ചെയ്തതാണ് 2000 ടു റെഡ്യൂസ് എക്സ്ട്രീം പ്രോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2000-ൽ യുണൈറ്റഡ് നേഷൻസിൽ അഡോപ്റ്റ് ചെയ്തപ്പെട്ട ഒരു ഗോൾ, സെറ്റ് ഓഫ് 8 ഗോൾസിനെയാണ് നമ്മൾ MDG അഥവാ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? To eradicate extreme poverty and hunger, to achieve universal primary education, promote gender equality and empower women, reduce child mortality, അതേപോലെ തന്നെ improve maternal health, combat HIV or AIDS, malaria and other diseases, ensure environmental sustainability, to develop a global partnership for development. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡെവലപ്പ് എ ലോക്കൽ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് മിസ്റ്റേക്ക് എന്നാണ് മനസ്സിലായല്ലോ. ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്നായിരുന്നു വരേണ്ടത്. അതിന് പകരം ഇവിടെ ലോക്കൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ MDGs മില്ലേനിയം ഡിക്ലറേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗോള് വന്നിട്ടുള്ളത്. ഓക്കെ, UN സ്റ്റേറ്റിലെ എല്ലാ മെമ്പർ സ്റ്റേറ്റുമായിട്ട് ഒരു ഡിക്ലറേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ MDGs അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ MDGs സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് മാറുകയാണ്. അതാണ് ഇപ്പോൾ SDGs എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ SDGs ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൺസീവ്ഡ് ദ ആനുവൽ ഹെൽത്ത് സർവേ? ആനുവൽ ഹെൽത്ത് സർവേ എപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൺസീവ് ചെയ്തത്? ഇയർ ആൻസർ വരുന്നത് 2005 ആണ്. അപ്പൊ ആനുവൽ ഹെൽത്ത് സർവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സർവേ ആണ്. ഇൻ വിച്ച് വി കളക്ട് ദ ഡാറ്റ ഓൺ ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ്. The Ministry of Health and Family Welfare and the Registrar General of India, they collaborate to conduct this survey. Annual health survey നടത്തുന്നത് the Ministry of Health Ministry of Health and Family Welfare Registrar General of India കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ആനുവൽ ഹെൽത്ത് സർവേ നടത്തുന്നത്. പർപ്പസ് എന്തിനാണ്? ഇത് പ്രൊവൈഡ്സ് ഡാറ്റ ഓൺ ദ ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് such as NRHM. Also, AHS aims to reduce infant mortality, maternal mortality and total fertility rates. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യപ്പെടുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഹൗസ് ഹോൾഡ് കോമ്പോസിഷൻ, ഹെൽത്ത് കണ്ടീഷൻ, ഹെൽത്ത് കെയർ പ്രാക്ടീസസ്, ഫാമിലി പ്ലാനിങ്, പ്രീ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയർ, ബ്രസ്റ്റ് ഫീഡിങ്, ഇൻഫന്റ് മോർട്ടാലിറ്റി, കാസ്റ്റ്, ഫെർട്ടിലിറ്റി ആൻഡ് ഡാറ്റ കളക്ഷൻ. ഇനി AHS എന്താണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഈ ഒരു സർവേയിൽ ക്വസ്റ്റ്യനേഴ്സ് കാണും. അതേപോലെ തന്നെ പോപ്പുലേഷൻ ലിസ്റ്റിംഗ്, സാമ്പിൾ സെലക്ഷൻ ഫോർ കളക്ഷൻ ഓഫ് ഡാറ്റ. ഇതിൽ കുറച്ച് ബയോമെട്രിക് ഡാറ്റാസ് ലൈക്ക് ബ്ലഡ് പ്രഷർ, ഗ്ലൂക്കോസ് ആൻഡ് ഹീമോഗ്ലോബിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ AHS സർവേ വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സർവേ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ, ഹൗസ് ഹോൾഡ് കോമ്പോസിഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് കണ്ടീഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഇതിനെപ്പറ്റി ഒരു ധാരണ ഗവൺമെന്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആനുവൽ ഹെൽത്ത് സർവേ നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് പ്രോഗ്രാംസ് വിത്ത് ദെയർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമുക്ക് 1 മാർക്കാണ് കിട്ടുന്നത് അല്ലെ. സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ഒരു ടൈം എടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, ARSH, അഡോളസെന്റ് റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ ഹെൽത്ത്, UIP, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, BSY, ബാലിക സമൃദ്ധി യോജന. റൈറ്റ് സൈഡിൽ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്, സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓഫ് അഡോളസൻസ്, ഇമ്മ്യൂണൈസേഷൻ, ന്യൂട്രീഷൻ. ഓക്കെ, അപ്പം ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അതേപോലെ തന്നെ അഡോളസൻസിന്റെ കാര്യങ്ങൾ, പ്രോഗ്രാംസ് തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ICDS-ഉം BSY-യും തമ്മിലാണ് നമുക്ക്
കൺഫ്യൂഷൻ വരാനുണ്ട് സാധ്യതയുള്ളത്. അപ്പൊ ആൻസർ വരുന്നത് എ ആണ്. 4231 എന്നുള്ളതാണ്. 4 ന്യൂട്രീഷൻ ആണ്. ICA's ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ ആണ്. ടു പ്രൊവൈഡ് എൻഹാൻസ് ന്യൂട്രീഷൻ ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഗോൾ വരുന്നത്. ശരി, അഡോളസെന്റ് വരുന്നത് ഏതാണ്? സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓഫ് അഡോളസെൻസ് തന്നെയാണ്. UIP യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സെയിം ഇമ്മ്യൂണൈസേഷൻ തന്നെയാണ് വരുന്നത്. BSY എന്ന് പറയുന്നത് എവിടെയാണ്? എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അല്ലെങ്കിൽ ബാലികാ സമൃദ്ധി യോജന കറസ്പോണ്ട്സ് ടു എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡോട്ട്സ് ഈസ് എ നാഷണൽ പ്രോഗ്രാം ടു അഡ്രസ്. സിമ്പിൾ ആണ്, നമ്മൾ ഇന്നലെ പറഞ്ഞാണ് അല്ലെ എന്താണ് ഡോട്ട്സ്, ഏത് ഡിസീസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാണ്. ഓപ്ഷൻസ് മലേറിയ, ഫിലേറിയ, ട്യൂബർകുലോസിസ്, ജപ്പാനിസ്, എൻസെഫാലിറ്റിസ്. ആൻസർ ഏതാണ്? TB ആണ്. ട്യൂബർകുലോസിസ് ആണ് ആൻസർ. ഓക്കെ, ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡോട്ട്സ് എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഡോട്ട്സിനെ പറയുന്നത്. ദി സ്ട്രാറ്റജി വാസ് ലോഞ്ച്ഡ് ഇൻ 1993 ബൈ WHO. ഇൻ ഇന്ത്യ ദ റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ RNTCP was launched in 1997 which was based on DOTS strategy. അപ്പോൾ ഡോട്ട്സ് സ്ട്രാറ്റജിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ വന്ന പ്രോഗ്രാം ഏതാണ്? RNTCP ആണ്, റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഗോൾസ് ഓഫ് നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000? നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000ന്റെ പാർട്ട് അല്ലാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ്: improve education level, improve age of marriage, address unmet needs of family planning methods, improve the economic status. നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000. അപ്പൊ എന്താണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്നറിയണം അല്ലെ? അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറിയണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് അറിഞ്ഞാലാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഈ നാഷണൽ പോപ്പുലേഷൻ പോളിസി നോക്കാം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ടു ഇംപ്രൂവ് ദ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. അത് നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000ന്റെ ഒരു ഭാഗമല്ല. ബാക്കി ഇംപ്രൂവ് ദ എഡ്യൂക്കേഷൻ ലെവൽ, ഇംപ്രൂവ് ഏജ് ഓഫ് ദ മാരേജ്, അഡ്രസ് അൺമെറ്റ് നീഡ്സ് ഓഫ് ദ ഫാമിലി പ്ലാനിങ് മെത്തഡ്സ്, ഇതൊക്കെ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000ന്റെ ഗോൾസ് ആണ്. ഓക്കെ, നാഷണൽ പോപ്പുലേഷൻ പോളിസി വാസ് എ പോളിസി ഫ്രെയിംവർക്ക് ടു അഡ്രസ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് നീഡ്സ് ഇൻ ഇന്ത്യ. ദിസ് എയിം ടു അച്ചീവ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ ബൈ 2045. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്: ടു അഡ്രസ് അൺമെറ്റ് നീഡ്സ് ഫോർ കോൺട്രാസെപ്ഷൻ, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് പേഴ്സണൽ. മീഡിയം ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ടു ബ്രിങ് ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, TFR എന്ന് പറയും, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടു റീപ്ലേസ്മെന്റ് ലെവൽസ് ബൈ 2010. ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പറയുന്നത് അച്ചീവ് എ സ്റ്റേബിൾ പോപ്പുലേഷൻ ബൈ 2045. എന്തൊക്കെയാണ് ഈ MPP 2000ന്റെ സ്ട്രാറ്റജീസ്? വോളണ്ടറി ചോയ്സ്, അവയർനെസ് ആൻഡ് സർവീസ് ഡെലിവറി. ഇങ്ങനെ 3 സ്ട്രാറ്റജീസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വരാത്തത് ഏതാണ്? ഇംപ്രൂവ് ദ എക്കണോമിക് സ്റ്റാറ്റസ് മാത്രം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗോൾ ഓഫ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM? NRHMന്റെ ഗോൾ അല്ലാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. റിഡക്ഷൻ ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ MMR. B. യൂണിവേഴ്സൽ ആക്സസ് ടു പബ്ലിക് ഹെൽത്ത് സർവീസസ്. C. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. D. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആണ്. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി മാത്രം NRHMന്റെ അണ്ടറിൽ വരുന്നതല്ല, അതിന്റെ ഒരു ഗോൾ അല്ല. ഓക്കെ, NRHM ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലേ, ഇന്നലത്തെ ക്വസ്റ്റ്യൻസിൽ എവിടെയൊക്കെയോ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. NRHM is National Rural Health Mission which aims to improve access to quality health care for rural population, especially for the poor, women and children. Goals എന്തൊക്കെയാണ്? Improve health outcomes, reduce infant and maternal mortality rates, and improve the cure rate for tuberculosis, prevent and control disease like reduce the rate of malaria, dengue and leprosy. Also promote healthy lifestyle like developing capacities for preventive health care and reduce the consumption of tobacco and alcohol.
ഇംപ്രൂവ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഇംപ്രൂവ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീനിൽ വരുന്നതാണ് ടു പ്രൊവൈഡ് യൂണിവേഴ്സൽ ആക്സസ് ടു പബ്ലിക് സർവീസസ് ഫോർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഇംപ്രൂവ് ആക്സസ് ടു സർവീസസ്, റെഡ്യൂസ് ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ടു ഹെൽത്ത് കെയർ ആക്സസ് ആൻഡ് പ്രൊവൈഡ് ടൈംലി സർവീസസ്. ഇംപ്രൂവ് കമ്മ്യൂണിറ്റി ഓണർഷിപ്പ്, അതിൽ വരുന്നതാണ് എനേബിൾ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ആൻഡ് ഡിമാൻഡ് ഫോർ സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് NRHM വരുന്നത്. അപ്പൊ NRHM ഈ ഒരു 4 പോയിന്റ്സ് ചോദിച്ചിട്ട് ഇതിൽ ഏതാണ് വരാത്തത്, അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ഗോൾസ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഇംപ്രൂവ് ഹെൽത്ത് ഔട്ട്കംസ്, പ്രിവെന്റ് ആൻഡ് കൺട്രോൾ, ഇതൊക്കെ. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതാണ് വരാത്തത് വരുന്നത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മേജർ ഒബ്ജക്റ്റീവ് of the National Health Policy 2017 of India? നാഷണൽ ഹെൽത്ത് പോളിസി 2017 മേജർ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. അച്ചീവിംഗ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, പ്രൈവറ്റൈസിംഗ് ഹെൽത്ത് കെയർ സർവീസസ്, റെഡ്യൂസിംഗ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഹെൽത്ത്, മിനിമൈസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. ഇതിലേതാണ് is a major objective of National Health Policy 2017? ആൻസർ വരുന്നത് അച്ചീവിംഗ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നാഷണൽ ഹെൽത്ത് പോളിസി എന്താണെന്നുള്ളത് നോക്കാം. നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ NHP 2017 ഇതിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ഇന്ത്യ. This was to be achieved by increasing access to quality health care, reducing disease prevalence and improving the quality of health care services. സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ് കൂടെ ഈ നാഷണൽ ഹെൽത്ത് പോളിസിക്ക് ഉണ്ട്. അതെന്തൊക്കെയാണ്? ടു ഇംപ്രൂവ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നത് ഏകദേശം നമ്പർ ഓഫ് ബെഡ്സ് 1000 പെർ പീപ്പിളിന് 1000 ബെഡ്സ്, നമ്പർ ഓഫ് ബെഡ്സ് പെർ 1000 പീപ്പിളിന്റെ നമ്പർ ഓഫ് ബെഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇംപ്രൂവ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ഇംപ്രൂവ് ഹെൽത്ത് സെക്ടർ സ്പെൻഡിങ്ങിൽ വരുന്നത് ടു ഇൻക്രീസ് ദ ഹെൽത്ത് സെക്ടർ സ്പെൻഡിങ് ടു 2.5% ഓഫ് GDP ബൈ 2025. ഏകദേശം 2.5% GDP ഇൻക്രീസ് ചെയ്യണമെന്നാണ് ബൈ 2025 പറയുന്നത്. ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് കെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഹെൽത്ത് സർവീസസ് ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യുക. പിന്നീട് പറയുന്നത് ടു റെഡ്യൂസ് ഡിസീസ് പ്രിവാലൻസ് ലൈക്ക് HIV or AIDS, leprosy, Kala Azar and lymphatic filariasis. Also improve life expectancy at birth from 67.5 years to 70 years. ലൈഫ് സ്പാൻ ഏകദേശം ഒരു 70 ഇയേഴ്സിലേക്ക് എൻഹാൻസ് ചെയ്യാന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്. ടു റെഡ്യൂസ് ഇൻഫന്റ് മോർട്ടാലിറ്റി ടു 28. ഇപ്പോൾ 28 ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ 100ലാണ് എടുക്കുന്നത്. ഏത് റേറ്റ് ആണ് നമ്മൾ എപ്പോഴും ആനുവലി നമ്മൾ പറയുന്നത് 100ലാണ്. അപ്പൊ 100ൽ 28 ആണ് പറയുന്നതെങ്കിൽ അതിനെ 28ലേക്ക് കൺവേർട്ട് ചെയ്യണം ബൈ 2018. അതും ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇംപ്രൂവ് ആക്സസ് ടു ഹെൽത്ത് കെയർ. റൂറൽ പീപ്പിളിനോ അല്ലെങ്കിൽ സോഷ്യലി വൾണറബിൾ പീപ്പിളിന് ഹെൽത്ത് കെയറിന് ആക്സസ് കൊടുക്കുക. ഇംപ്രൂവ് ഒക്യുപേഷണൽ ഹെൽത്ത്, ടു ഇംപ്രൂവ് ഒക്യുപേഷണൽ ഹെൽത്ത് ത്രൂ കൊളാബറേഷൻ ബിറ്റ്വീൻ സെക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് NHP 2017 വരുന്ന മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ആയുഷ്മാൻ ഭാരത് യോജന? ആയുഷ്മാൻ ഭാരത് യോജന നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫോക്കസ് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷൻ, ബി പ്രൊമോട്ടിംഗ് ട്രഡീഷണൽ മെഡിസിൻ, സി ഓഫറിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ വൾണറബിൾ പോപ്പുലേഷൻസ്, ഡി ബിൽഡിംഗ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അർബൻ ഏരിയാസ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആൻസർ ഈസ് ഓഫറിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ വൾണറബിൾ പോപ്പുലേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്താണിത്? PMJ അല്ലെ പ്രൈം മിനിസ്റ്റേഴ്സ് പീപ്പിൾ ഹെൽത്ത് സ്കീം, ആയുഷ്മാൻ ഭാരത്, PMJ ലീവ് ലോങ് ഇന്ത്യ പ്രൈം മിനിസ്റ്റേഴ്സ് പീപ്പിൾ ഹെൽത്ത് സ്കീം, അല്ലെങ്കിൽ മോദി കെയർ. ഇതൊക്കെ ഈ ഒരു സ്കീമിന്റെ പേരുകളാണ്. ഇതെന്താണ്? ഇത് നാഷണൽ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് ഇത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേർഡ് സ്കീമാണ്. അപ്പോൾ ഇതിൽ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഇനി സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്, ടെർഷ്യറി ഹെൽത്ത് കെയർ, അപ് ടു 5 lakh അല്ലെ, 5 lakh വരെ ഇൻഷുറൻസ് കൊടുക്കുക. ഇതൊക്കെ ഈ ആയുഷ്മാൻ ഭാരതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്.
ദിസ് പ്രോഗ്രാം ഇസ് എ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഗവൺമെന്റ് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് വന്നിട്ടുള്ളത്. ലോഞ്ച് വിത്ത് September 2018 by the Ministry of Health and Family Welfare. Okay.